തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യം. ഇത് സംബന്ധിച്ച് IBക്കും പേട്ട പോലീസിനും കുടുംബം പരാതി നൽകി. മേഘയ്ക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിയില്ലെന്ന് ബന്ധു പ്രതികരിച്ചു. മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്, അതിൻ്റെ അന്വേഷണം വേണം. ഇപ്പോൾ തന്നെ ഞങ്ങൾ IBക്കും പേട്ട സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടർ നടപടി സ്വീകരിക്കും. എന്താണ് ദുരൂഹതയായിട്ട് എന്താണ്? ദുരൂഹത ഞങ്ങൾ കാണുന്നുണ്ട്, അത് അന്വേഷണത്തിലൂടെ വ്യക്തമാകും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. സുജു, ഈ മേഘ മധു എന്ന് പറയുന്ന IB ഉദ്യോഗസ്ഥർ 1 വർഷമായിട്ടാണ് ജോലിയിൽ പ്രവേശിച്ചത്. 1 വർഷമായിട്ടേ ഉള്ളൂ. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ്, ഇമിഗ്രേഷൻ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത്. ഇന്നലെയാണ് തിരുവനന്തപുരത്ത് റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കാണുകയും ചെയ്തത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിവില്ല. എന്താണ് ഈ ദുരൂഹത എന്ന് സംബന്ധിച്ച്? തൊഴിൽ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നുണ്ടോ നിലവിൽ? ബന്ധുക്കൾക്ക് അറിവില്ല. അവർ പറഞ്ഞ ഇക്കാര്യത്തിൽ IBക്കും അതുപോലെ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെയും IBയുടെ അന്വേഷണം തൃപ്തികരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനം ഇന്നലെ ഈ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട ഈ ലോക്കോ പൈലറ്റിന്റെ മൊഴിയുണ്ട്. മേഘ ഫോണിൽ സംസാരിച്ചു കൊണ്ടുവന്ന ശേഷമാണ് ഈ ട്രെയിൻ ടെസ്റ്റിന് അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അതിനാൽ തന്നെ ഫോൺ ഉൾപ്പെടെയുള്ള പരിശോധിക്കണമെന്നാണ് കുടുംബത്തിന്റെ ഇപ്പോൾ പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ സൈബർ ഇക്കാര്യത്തിൽ കേസ് അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ഇതാണ് കുടുംബം ദുരൂഹതയായിട്ട് പറയുന്നത്. മാത്രമല്ല, മേഘ ഇത്തരം ഒരു ആത്മഹത്യത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ ആ മേഘയുടെ ജീവിതത്തിൽ ഉള്ളതായിട്ട് അവർക്ക് അറിവില്ലെന്നും ഇപ്പോൾ മേഘയുടെ അമ്മാവൻ ആണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം അത്തരം സൂചനകളാണ് നൽകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. സുജു, ഈ ലോക്കോ പൈലറ്റ് ആണ് പറഞ്ഞത്, അതായത് ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ട്രെയിനിന് മുന്നിലേക്ക് ഈ മേഘ വന്നു ചേർന്നതെന്നാണ് ലോക്കോ പൈലറ്റിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? അത്തരത്തിൽ അതുകൊണ്ടാണോ ഈ കുടുംബം ഇപ്പോൾ ഈ ലോക്കോ പൈലറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഒരു ദുരൂഹത ഉണ്ട് എന്ന കാര്യത്തിൽ അവർ ആരോപിക്കുകയും ചെയ്യുന്നത്? തീർച്ചയായിട്ടും ലോക്കോ പൈലറ്റിന്റെ മൊഴി അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഒരു വ്യക്തി പെട്ടെന്ന് മരണത്തിലേക്ക് കടക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ. കാരണം ഇവ കുടുംബത്തെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു മേഘ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാരണം അവർക്ക് അറിയില്ല. അത്തരം ഒരു കാരണത്തിലേക്ക് സമീപകാലത്തൊന്നും ഇല്ലായിരുന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സമഗ്ര അന്വേഷണമാണ് അവർ ആവശ്യപ്പെടുന്നത്. ദുരൂഹതയുണ്ടെന്നും പറയുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഫോൺ ഇന്നലെ പൂർണ്ണമായി ചിന്നിച്ചെതറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഫോണിൽ നിന്ന് കുടുംബത്തിനോ അല്ലെങ്കിൽ പോലീസിനോ നേരിട്ട് വിവരങ്ങൾ ആരായാനോ അല്ലെങ്കിൽ ശേഖരിക്കാൻ സാധ്യമല്ല. അതിനിപ്പം സൈബർ ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ അതിലെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകത്തുള്ളൂ. എന്തായാലും അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ കുടുംബം ഇപ്പോൾ നിലവിലെ പോലീസിന്റെയും അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോയുടെയും അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയാണ്. ഇന്നലെ തന്നെ തിരുവനന്തപുരത്തെത്തി മൃതദേഹം കൈപ്പറ്റുമ്പോൾ നടപടികളുടെ ഭാഗമായി തന്നെ ആ സമയത്ത് തന്നെ കുടുംബം IBക്കും അതുപോലെ തിരുവനന്തപുരത്ത് പോലീസിനും പരാതി നൽകുകയും ചെയ്തിരുന്നു. ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിക്കുന്നു. അത് പേട്ട പോലീസിനും അതോടൊപ്പം തന്നെ IBക്കും പരാതി നൽകുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്ന വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.